എക്സ് ഇങ്ങനെ ആക്ച്വലി പ്ലസ്സിൽ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇത് നമ്മുടെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്നലെ പഠനം തന്നെയാണ്. മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മോഡ് വൈ ഹോൾ മോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വാലിറ്റി, ഇവിടെ ഈ ഒരു ഉദാഹരണം കാണിച്ചിട്ട് ഇവിടെ ഇക്വാലിറ്റി എപ്പോഴാണ് ഹോൾഡ് ചെയ്യുന്നത്? എക്സ് വൈ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതിൻ്റെ റീസണൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുപോലെ എക്സ് മൈനസ് വൈ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഇങ്ങനെ എനിക്ക് പറഞ്ഞൂടെ? അത് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മൈനസ് മോഡ് വൈ. ഇതന്നെയല്ല നേരത്തെ. അപ്പോൾ ഇവിടെയും ഇക്വാലിറ്റി ഓർഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വേണ്ടത്. പക്ഷേ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ആ പുറത്തോട്ട് നെഗറ്റീവ് ഇനിക്വാലിറ്റി ചേഞ്ച് ചെയ്യും. സോ എക്സ് വൈ ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 0. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മോഡ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ദാറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് എ. അതേപോലെ ഇത് എപ്പോഴാണ് ഡിഫൈൻഡ് ആവുന്നത്? ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ആൾ മോഡ് എക്സ് മൈനസ് 2 അത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അത് ഒബ്വിയസ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുള്ള കാര്യമായി. കാരണം വെച്ചാൽ മോഡിനുള്ള വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. പക്ഷേ 0 ആകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ എക്സ് 0 ആകാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പോരാനായിട്ട് ഇതിൻ്റെ ഉള്ള ആൾ അയാൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് മോഡ് എക്സ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം അറിയാം. അതേപോലെ എക്സ് വീണ്ടും 0 ആവാൻ പാടില്ല എന്ന കാര്യം മനസ്സിലായി. ഇവിടെ എക്സ് 0 ആവാൻ പാടില്ല, എക്സ് 2 ആവാൻ പാടില്ല. അതേപോലെ എക്സ് എന്താവാൻ പാടില്ല? 1 ആവാൻ പാടില്ല. കാരണം ബേസ് 1 ആയി കഴിഞ്ഞാൽ പണി പാളും. പക്ഷേ 1 മാത്രമാണ് ഇവിടെ മോഡുള്ളത് കൊണ്ട് എക്സ് -1 ആവാൻ പാടില്ല. -1 ആവാൻ പാടില്ല. കാരണം ഇവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ആവും, ബേസ് 1 ആവും. അതും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാടില്ല നമ്പേഴ്സ്. ഇനി ഇതെങ്ങനെ ഇതിൻ്റെ ഇനിക്വാളിറ്റി പൈ എന്താണ്? ഇവിടെ ആർഗ്യുമെൻറ്റ് സെയിം എന്നാൽ പിന്നെ ഇത് സെയിം, വ്യത്യാസം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം വെച്ച് കഴിഞ്ഞാൽ 3ൻ്റെ മുകളിൽ എത്ര പേർ 3 റൈസ് ടു ഇപ്പോൾ 3ൻ്റെ ഒരു 8 അടുത്ത് എത്തണമെങ്കിൽ 3യുടെ പവർ ഞാൻ കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 3ൻ്റെ 9 കൊടുക്കണം വെച്ചാൽ 3 എത്രയോ പവർ കൊടുത്താൽ 9 കിട്ടുന്നുണ്ടെങ്കിൽ 3ൻ്റെ പവർ ഞാൻ കുറച്ച് കൊടുത്താൽ മതി 9 എത്തണമെങ്കിൽ. പക്ഷേ 2ൻ്റെ ആണെങ്കിലോ കുറച്ച് അധികം എക്സ്ട്രാ പവർ കൊടുക്കണം. പവറിൻ്റെ കുറച്ചുകൂടി വാല്യൂ കൂട്ടേണ്ടി വരും. കാരണം 2 ചെറിയ നമ്പർ. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി അധികം 2s മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും ഒരു പർട്ടിക്കുലർ നമ്പർ എത്താൻ. പക്ഷേ 3ൻ്റെ ആണെങ്കിലോ കുറച്ചുകൂടി കുറവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് രണ്ടും പവേഴ്സ് ആർഗ്യുമെൻറ്റ് സെയിം ആണെങ്കിൽ ആരായിരിക്കും വലിയ നമ്പർ? ഇവിടെ ഇതിൻ്റെ ലോഗിൻ്റെ അർത്ഥം എന്താ? ഒരു പവറാണ്. അപ്പോൾ 2യുടെ പവറിൽ കുറച്ചും കൂടി വലിയ പവർ കൊടുത്താലായിരിക്കും പൈ എത്താൻ. സോ അതായിരിക്കും വലുത്. അങ്ങനെ അടുത്ത റീക്യാപ്പ് നോക്കാം. ഇതെങ്ങനെയാണ്? ഇവിടെ രണ്ട് ബേസ് സെയിം ആണ്. ബേസ് അല്ല, ഇവിടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ആരുടെ മുകളിൽ ഏറ്റവും വലിയ പവർ? എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് ചില്ലർ. അപ്പോൾ ചെറിയ സാധനത്തിൻ്റെ മുകളിൽ കൂടുതൽ പവർ കൊടുക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു ലോഗിൻ്റെ വാല്യൂ വലുതായിരിക്കും. അതിനുശേഷം പിന്നെ 3, അതിനുശേഷം 4 ആകുമ്പോൾ കുറച്ചും കൂടി ചെറിയ പവർ കൊടുത്താൽ 7 എത്തും. അപ്പോൾ ഈ കംപ്ലീറ്റ് സാധനത്തിൻ്റെ വാല്യൂ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇനി ഇവിടെ എല്ലാം ആർഗ്യുമെൻറ്റ്സ് സെയിം, അത് മാത്രമല്ല ഇത്. അപ്പോൾ ഇവിടെ നോക്കൂ 10 പൈ ആണ് അല്ലേ? 10 പൈ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആർഗ്യുമെൻറ്റ് 10നേക്കാളും ചെറുതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന വാല്യൂ, ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്തായാലും 0ൻ്റെയും 1ൻ്റെ ഇടയിലായിരിക്കും അല്ലേ? കാരണം 10⁻1 എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി 10 ആണ്. അപ്പോൾ 10ൻ്റെയും 0ൻ്റെയും 1ൻ്റെ ഇടയിലായിരിക്കും ഈ പറഞ്ഞ വാല്യൂ ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണ് 0യുടെ 1ൻ്റെ ഇടയിലുള്ള വാല്യൂ ഇവിടെ സ്ക്വയർ ചെയ്ത് ഇവിടെ ക്യൂബ് ചെയ്ത് 0ൻ്റെ 1ൻ്റെ വാല്യൂ ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0നെ ആ വാല്യൂവിനേക്കാൾ ചെറുതാവും. അതുപോലെ ക്യൂബ് ചെയ്ത് ആ വാല്യൂവിനേക്കാൾ ഉള്ളതിന് ചെറുതാവും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു ക്വാളിറ്റി. ഇനി ഇതെങ്ങനെ ചെയ്യാൻ? രണ്ടിനും പവർ സെയിം ആണ്. പവറല്ല, ആർഗ്യുമെൻറ്റ് സെയിം ആണ്. ഞാനിങ്ങനെ ഇത് എഴുതും, ഒരു വേറെ രീതിയിൽ എഴുതും. ഞാൻ ലോഗ് 5 മൈനസ്, കാരണം ഇത് 1/5 എന്ന് പറഞ്ഞാൽ 5⁻1 -1 ബാക്കിലോട്ടേക്ക് വന്ന് ശരി. അതേപോലെ ഇവിടെ എന്താ ഉള്ളത്? ലോഗ് -3/5. ഇനി ഇവിടെ മൈനസ് ഇല്ല ആയിരിച്ചോ? മൈനസ് ഇല്ലെങ്കിൽ ആദ്യം മൈനസ് ഇല്ലാത്ത കാര്യം ചിന്തിച്ച് നോക്കാം. മൈനസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആരാ വലുത്? ഡെഫിനറ്റ്ലി 2യുടെ വലുത്. ലോഗ് 2/5 ആണ് ഗ്രേറ്റർ ദാൻ ലോഗ് 3/5. കാരണം 2ൽ കുറച്ചുകൂടി വലിയ പവർ കൊടുക്കണം. ഇനി ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. സോ ഇങ്ങോട്ടേക്ക് വരും. ഇനി ഇതെങ്ങനെയാണ്? വേർ എ ആൻഡ് ബി ആർ കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പവറാണ്. 2യുടെ മുകളിൽ എന്ത് പവർ കൊടുത്തതിനാലാണോ ഇത് വരുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം 2യുടെ മുകളിൽ ഞാൻ എന്ത് പവർ കൊടുത്തതിനാലാണോ അത് 12ൻ്റെയും 2യുടെ പവർ എന്തോ പവർ കൊടുത്തതിനാൽ 12ൻ്റെ ഇടയിലാണ്. അപ്പോൾ 2യുടെ പവർ 3 കൊടുത്ത് 8. അപ്പം നോക്കിക്കോ, ഇവിടെ 8 ആവാം. അതെ ശരിയാണ്. നോക്കിക്കോ, ഞാനിത് ഇങ്ങനെ എഴുതാൻ പോവാണ്. ഈ 12നെ ഇങ്ങനെ എഴുതിക്കൂടെ? 2b 2a. ഇനി 2യുടെ പവർ എന്തോ പവർ കൊടുത്തപ്പോൾ അതുമാത്രമല്ല ഈ എയും ബിയും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ 12ൻ്റെ ഇടയിൽ. അപ്പോൾ 2/3യുടെയും 2/4ൻ്റെ ഇടയിലാണ് 12, ബിക്കോസ് 16 8ൻ്റെ ഇടയിൽ. സോ എ എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ 4. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഓക്കെ, ഇതൊക്കെ എന്താ സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ? അല്ല, ഇത് ആദ്യം ഒന്ന് ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്ത് വേവിക്കർ മെത്തേഡ് ഉപയോഗിക്കുക. എവിടെയാണ് പോസിറ്റീവ് എന്നുള്ള കാര്യം നോക്കുക. പോസിറ്റീവിൻ്റെ സാധ്യതകളൊക്കെ അല്ല, എവിടെ നെഗറ്റീവ് ഇടുക. കാരണം ഇവിടെ നെഗറ്റീവ് അവിടെ പുറത്ത് വന്നു. അപ്പോൾ എവിടെ നെഗറ്റീവ് ഉള്ളത്?
ജസ്റ്റ് എന്താണ് 2 3 പ്ലസ് മൈനസ് പ്ലസ് ഓക്കെ 2യുടെയും 3ൻ്റെ ഇടയിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ 2 ഇൻക്ലൂഡ് ആണല്ലോ. 2 ഇൻക്ലൂഡ് ആണെങ്കിൽ ഇവിടെയുള്ള വാല്യൂ 0 ആണ്, ഇവിടെയുള്ള വാല്യൂ 0 ആണ്, റൈറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ പുറത്തോട്ടേക്ക് ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരുത്തും തെറ്റാണോ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഒരു നെഗറ്റീവ് ഇവിടെ വരുത്തിയാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 0 ആണ്. 2 ഇൻക്ലൂഡ് ആണെങ്കിൽ 3 ഇൻക്ലൂഡ് ആണെങ്കിലും ഇവിടെ നെഗറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 0 തന്നെയല്ലേ. അതുകൊണ്ട് 2 ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അടുത്താണെങ്കിലോ ഇതിൻ്റെ നമുക്ക് എന്താ ഡിസ്ക്രിമിനൻ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണ്. അതേപോലെ എ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് എപ്പോഴും പോസിറ്റീവ്, അപ്പോൾ എപ്പോഴും മോഡ് പൊട്ടിയിട്ട് തന്നെ വരാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ മോഡ് എക്സ് ഇസിക്വൽ ടു മോഡ് വൈ ആണെങ്കിൽ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് രണ്ട് സൈഡും പോസിറ്റീവ് ആയതുകൊണ്ട് സ്ക്വയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ചെയ്യാൻ, ഇത് ട്രൂ ആണോ ഫോൾസോ? അപ്പോൾ നമുക്ക് നോർമലായിട്ട് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 1നേക്കാളും വലുത്. അപ്പോൾ 3 ദാറ്റ് ഈസ് 27 75 3/4 ദാറ്റ് ഈസ് 81. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ സ്വാഭാവികമായിട്ട് ചെയ്തത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി ചാലഞ്ചർ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത്, എക്സിന് സൊല്യൂഷൻ ഉണ്ട്, 0 ആവുന്നതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്തിൻ്റെ ഒക്കെ ഇടയിൽ ആവണം. അതാണ് വന്നിട്ടുള്ള ബിയുടെയും സിൻ്റെയും ഇടയിലാവണം. പിന്നെ മാത്രമല്ല വൈ എയോ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ സിയുടെയും ബിയുടെയും എയുടെയും അതിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും ഓക്കെ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, സ്വാഭാവികമായിട്ടും 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് എങ്ങനെ പറയാൻ, അത് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ പോരാനിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം ലോഗിൻ്റെ ഉള്ളിലുള്ള സാധനം, ഡിനോമിനേറ്ററിലുള്ള ലോഗിൻ്റെ ഉള്ള സാധനം, ന്യൂമിനേറ്റർ ലോഗിൻ്റെ ഉള്ള സാധനം ഡിഫൈൻഡ് ആവണം. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായി ഡിഫൈൻഡ് ആവുന്നുണ്ടെന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഡിനോമിനേറ്ററിനുള്ള ലോഗിൻ്റെ ഉള്ള സാധനം ഇവിടെ വൈ എക്സ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണ് വരുന്നതെന്ന്. അതുകൊണ്ട് അതും കൂടി ഡിഫൈൻഡ് ആയിരിക്കണം. പോരായിട്ട് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് 0 ആവാനും പാടില്ല. നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ 0 ആവുന്ന കേസ് നോക്കും. അങ്ങനെ ആകുമ്പോൾ ലോഗ് 5 നമ്മുടെ ഞാൻ ഇപ്പോഴത്തെ സമീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ലോഗ് 5 ടു ബേസ് ഡിനോമിനേറ്റർ സാധനം അത് 0 ആവുന്ന കേസ്, അത് 0 ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ 0 ആവുന്ന എക്സ് അത് നമ്മൾ ഒഴിവാക്കണം, റൈറ്റ്. അങ്ങനെ ആവുമ്പോൾ 0 ആവുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ചങ്ങാതി ഇയാൾ ആദ്യം 0 ആയതുകൊണ്ടായിരിക്കുമല്ലോ 0 ആവുന്നത്. അപ്പം ഈ ചങ്ങായി 0 ആവുന്ന എക്സ് നമ്മൾ കണ്ടെത്തും. ആ എക്സിൽ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല, പോരാ അതിൻ്റെ അടിയിലുള്ള ലോഗ് നോട്ട് ഡിഫൈൻഡ് ആവാൻ പാടില്ല. അതാണ് നമ്മുടെ മെത്തേഡ്. അങ്ങനെ ആകുമ്പോൾ ഇയാൾ 0 ആവുന്നത് ആദ്യം നോക്കും. ഏത് മോളത്തെ ആൾ 0 ആവുന്നത്, 0 ആവുന്നത് 12/0 ദാറ്റ് ഈസ് 1. ലോഗ് 8/12, റൈറ്റ്. സോ 4 = 8/12 എന്ന് കിട്ടും, റൈറ്റ്. 4 അല്ല ഞാൻ ഉദ്ദേശിച്ചത് ലോഗ് 4, റൈറ്റ്. 8/12 അല്ല, log x to the base 4 that is equal to 8 and x is equal to 4/8. 4/8 എനിക്ക് 2/16 എന്നത് എക്സിൻ്റെ വാല്യൂ 2/16. ഈ പർട്ടിക്കുലർ എക്സിന് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല, പോരായിട്ട് ലോഗിൻ്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞ ടേംസ് നോട്ട് ഡിഫൈൻഡ് ആവാൻ പാടില്ല. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല മീൻസ് ലോഗ് 5 ടു ദ ബേസ് ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം എവിടെ പോയി, ഇതാ അതിവിടെ എഴുതിയിട്ടുണ്ട്, 0 ആവാൻ പാടില്ല. ശരി, അതിന് 0 ആവുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പം അതിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ സാർ ഇതാ അതിനെ പിടിച്ചിട്ട് ആദ്യം ഇവിടെ നിന്ന് അത് 0 ആവാൻ പാടില്ല നോക്കുന്നുണ്ട്. അത് ഏത് പോയിന്റിലാണ് 0 ആവുന്നത് നോക്കാം. അറ്റ് x = 2/16 16 0 ആവാൻ പാടില്ല. ഓക്കെ, x = 2/16 0 ആവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വൈയുടെ വാല്യൂ നമുക്ക് നോക്കണം. അപ്പോൾ നോക്കിക്കോ 5/0 ദാറ്റ് ഈസ് 1 ആവും, 5/0 1 ആവും. അതേപോലെ 4/1 log 16. അപ്പോൾ y/4 16 നോട്ട് ഈക്വൽ ടു y/4 ആകണം. 16 ഒരിക്കലും y/4 ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ y എന്താവാൻ പാടില്ല, +or-2 ആവാൻ പാടില്ല. y +or-2 ആവാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതാവാൻ പാടില്ല, കാരണം 1 ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് y അതാവാൻ പാടില്ല, ഇത്ര തന്നെ. y +or-2 ആവാൻ പാടില്ല. ഇനി അടുത്തത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ x 2/16 ആവുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ടേംസ്, ഈ ഒരു എക്സ്ട്രാ ടേംസ് ഉണ്ടല്ലോ, അതൊക്കെ എന്താവണം, പോസിറ്റീവ് ആണോ. ഐ മീൻ ഈ ടേം അല്ല ഉദ്ദേശിച്ചത്, ഈ ടേംസ് എല്ലാം എന്താണോ അത് ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ലോഗ് ഇത് ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ലോഗ് 4 ടു ദ ബേസ് y/16 ഷുഡ് ബി ഡിഫൈൻഡ്. അപ്പം ദാറ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം >0 ആവണം, അത് >0 ആയിട്ട് വരണം. അതേപോലെ ഇതിൻ്റെ ഉള്ള സാധനം അതും >0 ആവണം, റൈറ്റ്. അപ്പോൾ 4/0 ദാറ്റ് ഈസ് 1. അപ്പോൾ log 16 ടു ദ ബേസ് y is >1. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി അത് >0 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമ്മൾ ചെക്ക് ആയിട്ട് നോൺ നീഡഡ് ആണ്. അതേപോലെ 4/0 ദാറ്റ് ഈസ് 1. സോ log 16 ടു ദ ബേസ് y ദാറ്റ് ഈസ് >1 ആണ്. ഇനി y നമുക്ക് അറിഞ്ഞുകൂടാ, വേരിയബിൾ ബേസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐദർ y if y is greater than
1, then we can say that inequality change ആവാണ്ട് y raised to 1 y ഇങ്ങനെ. ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇനി y ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണെങ്കിലോ y 16 ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഈ കേസ് എടുത്തപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, y ലെസ് ദാൻ 16. അപ്പോൾ ഇത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണം. പാരൻറ്റ് കേസ് ഇൻ്റർസെക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് y ലെസ് ദാൻ 16 ആണ്, y ഗ്രേറ്റർ ദാൻ 16. സോ 1 മുതൽ 16 വരെയാണ് ആര് y വരേണ്ടത്. രണ്ടാമത്തെ കേസ് നോക്കുന്ന സമയത്ത് y ലെസ് ദാൻ 0 അതേപോലെ എന്താണ് ഇതെങ്ങനെയാണ് ലെസ് ദാൻ 0, ശരി തെറ്റിപ്പോയി, നമ്മൾ കാണിച്ചു തരാം. y 0യുടെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ ഇതെങ്ങനെ y ദാറ്റ് ഈസ് ലെസ് ദാൻ 16 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോറി, y ഗ്രേറ്റർ ദാൻ 16 എന്നാണ് കിട്ടുന്നത്. y ഗ്രേറ്റർ ദാൻ 0 ഈ പാരൻറ്റ് കണ്ടീഷൻ കംപ്ലീറ്റ് പരസ്പര വിരുദ്ധമാണ്. സോ ഇത് റിജക്റ്റഡ് ആയിപ്പോയി. പിന്നെ ആകെയുള്ളത് നമുക്ക് വൈയുടെ വാല്യൂ 16ൻ്റെയും 1ൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞു. അതേപോലെ വൈക്ക് എന്താകാൻ പാടില്ല, +or-2 ആവാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ രണ്ടും നടക്കണം അല്ലേ? വൈ അടിയിലുള്ള സാധനം 0 ആവാൻ പാടില്ല, അത് വെച്ചിട്ട് നമുക്ക് y +or-2 ആവാൻ പാടില്ല, മനസ്സിലായി. പിന്നെ അടിയിലുള്ള സാധനം ഡിഫൈൻഡും കൂടി ആവണം. അപ്പോൾ അത് നടക്കണം, +or-2 നടക്കണം. അതേപോലെ എന്ത് നടക്കണം, ഇതിൻ്റെ ഇടയിലും ആവണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് -2 ഉൾപ്പെടുത്താൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇല്ല, -2 ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ ആവുന്നില്ല. അതുകൊണ്ട് ഇവിടെ +or-2 ഇല്ല, വെറും 2 മാത്രം. അപ്പം എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം y 16 മുതൽ 1 ആവാൻ പാടില്ല. അല്ല സോറി, വൈക്ക് ആ ഒരു റേഞ്ചിൽ മാത്രമേ ആവാൻ പാടുള്ളൂ. കാരണം ആ റേഞ്ചിലാണ് y ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അതുപോലെ y എന്താവാൻ പാടില്ല, 2 ആവാനും പാടില്ല. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ്റെ പ്രകാരം നോക്കിക്കോ, ഇതാ ഈ y ഈ ഒരു റേഞ്ചിലാണ്, അതുപോലെ y അതാവാൻ പാടില്ല. ഇവിടെ 2 ആണ്, ഇവിടെ 16 ആണ്, ഇവിടെ 1 ആണ്. അപ്പം A B C കിട്ടിയിട്ടുണ്ട്. ഉത്തരം ആഡ് ചെയ്താൽ ഉത്തരം കിട്ടി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. അതിൻ്റെ വേറൊരു മെത്തേഡ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ഉള്ളിലുള്ള മോഡ് പൊട്ടിച്ചിട്ട് ഉത്തരം ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം പുറത്തുള്ള മോഡ് പൊട്ടിക്കുക. നമുക്ക് ഏത് മോഡ് എപ്പം പൊട്ടിക്കണം അത് നമുക്ക് തീരുമാനിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണം ചെയ്യാം. പക്ഷേ ഉള്ളിൽ എക്സ്ട്രാ സബ് കേസസ് എന്തായാലും വരും. ഇനി ട്രയാങ്കിൾ ഇനിക്വാളിറ്റി വെച്ച് നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി, ബേസിക് ഇനിക്വാളിറ്റി നമുക്കറിയാം അല്ലേ? അതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ മോഡ് എക്സ് പ്ലസ് വൈ അത് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൈ. അതെപ്പോഴാണ് നമ്മളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന രീതിയിലാണ് എഴുതിയത്. ഈക്വൽ ആവുന്നത് എപ്പോഴായിരുന്നു? എക്സ് വൈ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന രീതിയിലാണ്. ഓക്കെ, ഇനി മൈനസ് ആണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് എക്സ്, ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് മൈനസ് വൈ. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് വേറെ വേറെ ആയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. എന്നിട്ട് എന്തായിരുന്നു? എക്സ് വൈ. ഇവിടെ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്ഥലത്ത് -y ആണുള്ളത്. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതുകൊണ്ട് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് എക്സ് വൈ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന രീതിയിലാവും. ഇനി ഈക്വാളിറ്റി മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ മോഡലസ് ഫംഗ്ഷൻ ഇതിൽ ഈ ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇക്വാളിറ്റി വരുന്നത് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ഇക്വാളിറ്റി ഇല്ലാത്ത സമയം, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ സാധനം ഇതിനേക്കാളും വലുതെന്ന് പറയുമ്പോൾ എപ്പോഴാണ്? അതെന്ന് പറഞ്ഞാൽ എക്സ് വൈ, ഇതിൻ്റെ നേരെ നെഗേഷൻ എക്സ് വൈ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, റൈറ്റ്? സോറി, എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ഇത് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന രീതിയിലാണ്. അപ്പം എക്സ് വൈ ദാറ്റ് ഈസ് ലെസ് ദാൻ 0യിലാണ് ഈ പറഞ്ഞ എന്താണ് ഇനി ഇക്വാളിറ്റി ഇല്ലാത്ത കേസ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇനിക്വാളിറ്റീൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചാണ്. അപ്പോൾ നോക്കി, ഈ ഫംഗ്ഷനെ ഞാൻ f(x) എന്ന് വിളിക്കുകയാണ്, ഈ ഫംഗ്ഷനെ g(x) എന്ന് വിളിക്കുകയാണ്. അതിനോട് ഞാൻ ആഡ് ചെയ്തപ്പോൾ അല്ല, അത് രണ്ട് സെപ്പറേറ്റ് f(x) മൈനസ് g(x) ചെയ്തപ്പോൾ x ക്യാൻസലായി നമുക്ക് എന്താ കിട്ടുക? 3 എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ റൈറ്റത്തെ സാധനത്തിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x മൈനസ് 2. റൈറ്റത്തെ സാധനം 3 ആണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, x മൈനസ് 2 മൈനസ് x മൈനസ് 5 എന്ന് എഴുതിക്കോളൂ. അത് 3 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 3 ആവുന്നതുകൊണ്ട് ഞാനതിന് എക്സ്ട്രാ മോഡ് കൊടുത്താലും ഇല്ലെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, റൈറ്റ്? ശരിയാണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തെന്നാ? മോഡ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 5 മോഡാണ്. ശരി, അതും അറിയാം. ഇവിടെ നോക്കി നോക്ക്, ഇത് f(x), ഇത് g(x), അതിൻ്റെ മോഡ് ഉള്ളിൽ വലിയ മോഡ് അതെപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അത് മാത്രമല്ല ഇവിടെ ഉള്ളത് മൈനസ് ആണ്. ഈ പ്ലസ്, ഞാൻ പ്ലസ്സിനെ വേറെ രീതിയിൽ എഴുതാൻ പോവാണ്. പ്ലസ് എഴുതാം, എന്നിട്ട് ഉള്ളിലൊരു മൈനസ്, ഇതിൻ്റെ മൈനസ്. ഓക്കെ, അങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് പ്ലസ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും എക്സ് വൈ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഇവിടെ മൈനസ് ആയതുകൊണ്ട് എക്സ് വൈ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന രീതിയിലാവും, റൈറ്റ്? നമ്മുടെ ആ ഒരു ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്ന ആ കണ്ടീഷൻ, എന്താ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി, അവിടെ നോക്കിയാൽ മനസ്സിലാവും f(x) ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ
ഇവിടുന്ന് എക്സ് വൈ ഗ്രേറ്റർ അപ്പോൾ മോഡ് ഒപ്പം തന്നെ ഒഴിവായി കിട്ടി. എക്സ് വൈ എന്ന് പറഞ്ഞാൽ അവിടെ മോഡ് വരുന്നില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താ എക്സ് മൈനസ് ടു എക്സ് മൈനസ് 5 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂസ് കണ്ടെത്തിയാൽ മതി. ഉത്തരമായി. വളരെ സിമ്പിൾ അല്ലേ? ഒന്നെങ്കിൽ അങ്ങനെ ചെയ്ത് കുറച്ചുകൂടി ഈസിയർ മെത്തേഡാണ്. നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ നമ്പർ ലൈൻ വരക്കാം. എന്നിട്ട് എക്സ് 2നേക്കാൾ ഓരോ കണ്ടീഷൻസ് എവിടെയൊക്കെ 0 വന്നത് ആദ്യം 2ൽ 0, പിന്നെ 5 0. അപ്പോൾ 5നേക്കാളും വലുതാണെങ്കിൽ ടേം 1ഉം ടേം 2ഉം പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ പൊട്ടും. എന്നിട്ട് ആ ഒരു പാരൻറ്റ് കണ്ടീഷനിൽ ഉത്തരം കണ്ടെത്തുന്നത് പാരൻറ്റ് കണ്ടീഷനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതിനുശേഷം 2ൻ്റെയും 5ൻ്റെ ഇടയിൽ ഇതിൽ എന്താ 2ൻ്റെയും 5ൻ്റെ ഇടയിൽ ഈ ടേം നെഗറ്റീവ് ആയി പോകും, ഈ ടേം പോസിറ്റീവാണ്. അതിനനുസരിച്ച് അത് പൊട്ടി വരും. എന്നിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. അത് പാരൻറ്റ് കേസ് ആയിട്ട് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതേപോലെ 2നേക്കാളും ചെറുതാണെങ്കിലും ആ കേസും കണ്ടെത്തിയിട്ട് എല്ലാം കൂടിയിട്ട് യൂണിയൻ ചെയ്യാം. ആ പരിപാടി ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ഷോർട്ട് ട്രിക്ക് എന്ന രീതിയിലാണ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി നോക്ക്, ഞാൻ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം, ഇതിനെ ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. അത് ആഡ് ചെയ്താലോ മൈനസ് ചെയ്താലോ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് എക്സ്. അപ്പം എക്സ് പ്ലസ് എക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, റൈറ്റ് സാധനം ഒരിക്കലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുമോ? അല്ല, മൈനസ് എക്സ് ആട്ടോ. മൈനസ് ഈ രണ്ട് സാധനത്തിനല്ല നമ്മൾ ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യേണ്ടത്, മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും വിളിച്ച് അപ്പോൾ അതിനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി റൈറ്റത്തെ സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റത്തെ സാധനം എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറയുകയാണ്, റൈറ്റത്തെ സാധനത്തിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് റൈറ്റത്തെ സാധനം എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഓക്കെ പ്ലസ് തന്നെ സോറി. ഓ അതിൻ്റെ മോഡ് ഓക്കെ. ആ റൈറ്റ് ഹാൻഡ് സൈഡ് അത് തന്നെയാണ്, അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ മോഡാണ് ആക്ച്വലി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ നമ്മുടെ ഒബ്സർവേഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് രണ്ട് മോഡുലസ് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് മോഡുലസ് ടേംസ് രണ്ട് ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് മോഡ് ഇങ്ങനെ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി യൂസ് ചെയ്യാം. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ആ ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം, വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്ന് വളരെ സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇടുന്നതാ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ട് വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ട്രിക്കിയറാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എന്താണ് റൂട്ട് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവിടെ സ്ക്വയർസ് ക്രിയേറ്റ് ചെയ്യും. റൂട്ടിനുള്ള സാധനം ഒഴിവാക്കി കിട്ടണം. അത് മാത്രമല്ല മോഡുലസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചിന്തിക്കുന്നത് ഇതായിക്കോ, ഇതിന് ഞാൻ എക്സ് മൈനസ് 1 എന്ന് കൊടുക്കും. ഓക്കെ, പ്ലസ് 2 റൂട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു 1. വെറുതെ ഇൻറ്റു 1 കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ -1 നേരത്തെ കൊടുത്തോണ്ട് ഞാൻ 1 കൊടുക്കുകയാണ്. ഇനി നോക്കി ഈ സംഭവത്തിന് നോക്കിക്കോ, ഇത് ഞാൻ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. അന്നേരം അത് എക്സ് മൈനസ് 1 തന്നെയല്ലേ, സ്വാഭാവികമായിട്ടും കറക്റ്റാണ്. അപ്പം നോക്കിക്കോ, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ അതേ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ടാണ് ഇവിടെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്ത് ഫാക്ടറൈസ് ചെയ്തൊരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ ഇനി റൂട്ടിൽ നിന്ന് പുറത്തുനിന്നിട്ടേക്ക് വരുന്ന സമയത്ത് റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് 1 മോഡ് വരും. ഇനി അതേ സിമിലർലി ഇതും അതേപോലെ തന്നെ സ്ക്വയർ ചെയ്യാൻ മൈനസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരാൻ? അവിടെയും മോഡ് വരും, റൂട്ട് എക്സ് മൈനസ് 1 മൈനസ് 1 വരും എന്നുള്ള വ്യത്യാസമുള്ളൂ. അത് ഈസ് ഈക്വൽ ടു എന്താ കൊടുത്തിട്ടുള്ളത്? 2 കൊടുത്തിട്ടുണ്ട്. ശരി, ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തോ സിമിലാരിറ്റി തോന്നുന്നുണ്ടോ എന്ന് ചെക്ക്. ഇവിടെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ഈ ഫംഗ്ഷൻ ജി ഓഫ് എക്സും ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും നോക്കി നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് 2 കിട്ടുന്നത് എന്ന് വെച്ചാൽ ഈ 2 എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 2 എനിക്ക് മോഡ് എന്ന് എഴുതിക്കൂടെ? മോഡ് 2 എന്നതിന് കുഴപ്പമില്ല, റൈറ്റ്? അതിന് ഒരു വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ മോഡിൻ്റെ ഉള്ളിൽ ഞാൻ പറയും റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് 1 ഒരു ഫംഗ്ഷൻ മൈനസ് റൂട്ട് എക്സ് മൈനസ് 1 മൈനസ് 1 മറ്റേ ഫംഗ്ഷൻ. അങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നോക്കി നോക്ക്, നമ്മളെ എന്താ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് പ്ലസ് വൈ എപ്പോഴാണ് നടക്കുന്നത്? വെൻ എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. പക്ഷേ ഇവിടെ മൈനസ് വരുന്നുണ്ട്. ആദ്യം എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. പക്ഷേ ഇതിലുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്. അതുകൊണ്ട് എക്സ് വൈ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന രീതിയിൽ ചെയ്യണം. എക്സ് വൈ ലെസ് ദാൻ എക്സ് വൈ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എന്നിട്ട് നോർമലായിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷനെ സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇവിടെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ്
ഈ ക്വസ്റ്റ്യനാണെങ്കിലോ ഈ ക്വസ്റ്റ്യനും സെയിം പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി ഇതിനെ എഫ് ഓഫ് എക്സ് എന്നും ഇതിനെ ജി ഓഫ് എക്സ് എന്നും വിളിക്കുകയാണ്. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ചെയ്ത് നോക്കുന്നു. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് അല്ല പ്ലസ് 4. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇത് ജി ഓഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ മോഡ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് പ്ലസ് മൈനസ് ജി ഓഫ് എക്സ് അതിൻ്റെ ഹോൾ മോഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഇക്വാലിറ്റി എപ്പോഴാണ് ഹോൾഡ് ചെയ്യുന്നത്? അത് എക്സ് വൈ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിപ്പം ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇക്വാലിറ്റി അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ അത് എക്സ് വൈ ലെസ് ദാൻ 0 എന്നല്ല. നമ്മൾ ആ ഒരു ഇക്വേഷൻ നോക്കാൻ ട്രയാങ്കിൾ ഇൻക്വാളിറ്റിയിൽ എക്സ് വൈ ലെസ് ദാൻ ഇതിൻ്റെ കംപ്ലീറ്റ് നെഗേഷൻ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യാണ്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 0. പക്ഷേ ഇവിടെ ഒരു സാധനം നെഗറ്റീവാണ്, ഒരു സാധനം നെഗറ്റീവ് ഇതോ ജി ഓഫ് എക്സ് നെഗറ്റീവാണ്. അതുകൊണ്ട് കാരണം മൈനസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഈ സാധനം കിട്ടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന രീതിയിൽ വരും. അപ്പോൾ എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 എക്സ് ഈ ഫംഗ്ഷൻ വൈ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോൾവ് ചെയ്തോളി. ഇൻക്വാളിറ്റീസ് ഇൻവോൾവിങ് മോഡുലസ് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നോർമൽ ഇക്വാലിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോ കേസസ് എടുക്കുക, മോഡുലസ് ബ്രേക്ക് ചെയ്യുക, ഉത്തരം കണ്ടെത്താം. വളരെ സിമ്പിൾ. അപ്പോൾ മോഡ് എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. നമുക്കറിയാം മോഡൽസിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 2നേക്കാളും വലിയ ഡിസ്റ്റൻസ് എപ്പോഴാണ് വരുന്നത്? ഒന്ന് മോഡ് എക്സ് മൈനസ് 3 അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആവാം. അതേപോലെ എക്സ് മൈനസ് 3 അത് ലെസ് ദാൻ ഈക്വൽ ടു -2 കാരണം -2ൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് 2നേക്കാളും വലുത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആവാം. അതേപോലെ എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആവാം. ഇതാണ് ഉത്തരം. അതേപോലെ സിമിലർ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വേറെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് പോസിബിൾ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മോഡ് കാണുന്നുണ്ട്. ശരി, നമുക്ക് ആദ്യത്തെ കേസ് ഇഫ് എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണെങ്കിൽ എങ്ങനെയാണ് പുറത്തോട്ടേക്ക് വരാൻ? സ്വാഭാവികമായിട്ടും അത് ഞാൻ ഫസ്റ്റത്തെ കേസാണിത്, കേസ് 1 എന്ന രീതിയിൽ പറയുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണെങ്കിൽ എക്സ് മൈനസ് 2 അത് അങ്ങനെ തന്നെ ബ്രേക്ക് ആവും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 അങ്ങനെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇവിടുന്ന് എക്സ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എക്സ് that should be greater than or equal to 1, right? X that should be greater than or equal to 1 ആവണം. ഓക്കെ, അപ്പം നമ്മുടെ പാരൻറ്റ് കണ്ടീഷന് പ്രകാരം നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം, രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം. സോ ഇവിടെ 2നേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ ഇയാൾ 1നേക്കാളും വലുതാണ്. അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് 2 മുതൽ ഇൻഫിനിറ്റി വരെ ആവണം ആര്? നമ്മുടെ എക്സ് അക്കോർഡിംഗ് ടു കേസ് 1. ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആൾ ഈ മോഡിൻ്റെ ഉള്ള ആൾ നെഗറ്റീവ് ആണെങ്കിൽ മോഡിൻ്റെ ഉള്ള ആൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ 2 എന്ന രീതിയിലാവണം അല്ലേ. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാരൻറ്റ് കേസ്. ദാറ്റ് മീൻസ് ഇവിടെ നെഗറ്റീവ് ഇവിടെ പുറത്ത് വരും. അന്നേരം മൈനസ് എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 എക്സ് സ്ക്വയർ ഇത് പോയി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങോട്ട് പോകുമ്പോൾ -3 ഉണ്ട്. എക്സ് സ്ക്വയർ -3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എക്സ് മൈനസ് √3 എക്സ് പ്ലസ് √3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഉത്തരം ഇനി ഇവിടെ നമുക്ക് നോർമലായിട്ട് ഉത്തരം കണ്ടെത്താം. എന്നിട്ട് അത് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നത് നോക്കാം. എന്നിട്ട് രണ്ട് കേസിൻ്റെ യൂണിയൻ എടുക്കുക, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നല്ല ലെവൽ ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ ചെയ്യാൻ? ആദ്യം ഉള്ളിത്തത് നമുക്ക് പൊട്ടിച്ചിട്ട് ആദ്യം ഒന്നെങ്കിൽ പുറത്തത് പൊട്ടിക്കാം അല്ലെങ്കിൽ ഉള്ളിത്ത് പൊട്ടിക്കാം. ആദ്യം നമ്മൾ ഉള്ളിത്തെ മോഡിനെ പറ്റി ചിന്തിക്കുകയാണ്. എന്ന് വെച്ചാൽ എക്സ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ കേസ് 1 അപ്പോൾ ഇത് പോസിറ്റീവോടെ പുറത്ത് വരും. എക്സ് മൈനസ് 2 -3 ദാറ്റ് മീൻസ് എക്സ് മൈനസ് 5 എന്ന രീതിയിൽ എഴുതാം അല്ലേ. എക്സ് മൈനസ് 5 പെട്ടെന്ന് തന്നെ എഴുതാണ്. എക്സ് മൈനസ് 5 മോഡ് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഒരു മോഡുള്ള സാധനം ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് മൈനസ് 5 ദാറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 2 ആൻഡ് -2. നമുക്കറിയാം നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ച മോഡിൻ്റെ പ്രോപ്പർട്ടീസിൽ ഇപ്പോൾ ഒരു 5 കൊണ്ട് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എക്സ് 5 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് 7 ആവും. ഇത് -5 5 0 ആയി. ഇവിടുന്ന് -2 5 3. അപ്പോൾ എക്സ് 3ൻ്റെയും 7ൻ്റെ ഇടയിലാവണം. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന രീതിയിലൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എന്ന് വെച്ചാൽ 2നെ വലുതാവണം, 2ൻ്റെ വലുതാവണം, 3ൻ്റെയും ഇടയിലാവണം. അപ്പോൾ 3 മുതൽ 7 വരെ പെർഫെക്റ്റ് ആണ്. എക്സ് രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇനി കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനുള്ളിൽ ആൾ നെഗറ്റീവായിട്ട് പുറത്തോട്ടേക്ക് എക്സ് ലെസ് ദാൻ 2 എന്ന രീതിയിലാണ്. അതാണ് നമ്മൾ പാരൻറ്റ് കണ്ടീഷൻ. അങ്ങനെ ആകുമ്പോൾ 2 മൈനസ് എക്സ് ടോട്ടൽ ഒരു മോഡുണ്ട് -3 റൈറ്റ്. അപ്പം ഇത് രണ്ടും കൂട്ടിയിട്ട് -1 ആവും. ഇത് രണ്ടും കൂടി എത്രയാവും? -1 ആവും. അപ്പം -1 മൈനസ് എക്സ് എന്ന് പറയാം.
ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ മോഡിലുള്ളൊരു സാധനം ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാനോ -1 മൈനസ് എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 2 ലെസ് ദാൻ ഈക്വൽ ടു -2. അപ്പോൾ എന്ത് ചെയ്യും, ഞാനൊരു ഇക്വാളിറ്റി ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഇവിടെ 2 വരും, ഇവിടെ -2 വരും. എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ഓക്കെ, എക്സ് ദാറ്റ് ഈസ് -1, അപ്പം 1 ഇവിടെ -1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3. -3യുടെയും 1ൻ്റെയും ഇടയിലാണോ നോക്കട്ടെ, നമുക്ക് ഉറപ്പില്ല. -3യുടെയും 1ൻ്റെ ഇടയിൽ എക്സ് 2നേക്കാളും ചെറുതാണ് പാരൻ്റ് കണ്ടീഷൻ പ്രകാരം. എക്സ് 2നേക്കാളും ചെറുതാണ്, അത് -2 ഇടയിൽ. അപ്പോൾ രണ്ടും കുഴപ്പമില്ല, ഇത് രണ്ടും എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ -3ൻ്റെയും 1ൻ്റെ ഇടയിൽ ആവണം, അതുപോലെ 3യുടെയും 7ൻ്റെ ഇടയിലാവണം. രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക, ഉത്തരം കിട്ടും. രണ്ടിന് യൂണിയൻ ചെയ്യാം കേട്ടോ, രണ്ട് കേസസ് ആണല്ലോ, അപ്പോൾ കേസിന് എപ്പോഴും യൂണിയൻ ചെയ്യാം. അപ്പോൾ ഇത് യൂണിയൻ ചെയ്ത് ബി കിട്ടി, കറക്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻ നമ്മളെന്താ ആദ്യം നമ്മൾ ഇത് 0 എന്ന പോയിൻറ്റ്സ് നോക്കാം. ഒന്ന് 0 ഉണ്ട്, പിന്നെന്താണ് 0 എന്ന പോയിൻറ്റ്സ് 1 ഉണ്ട്. 1നേക്കാളും വലുതാണെങ്കിൽ രണ്ട് ടേംസും പോസിറ്റീവാണ്. 1ൻ്റെയും 0ൻ്റെ ഇടയിലാണെങ്കിൽ ഇവൻ നെഗറ്റീവ് എന്നാൽ ഇവൻ പോസിറ്റീവ്. 0ൻ്റെ ഇടയിലാണെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ്. അങ്ങനെ 3 കേസ് എടുത്തിട്ട് 3 സോൾവ് ചെയ്യാം. 3 കേസ് കൊടുത്തിട്ട് 3ൻ്റെ എക്സ് വാല്യൂസ് കണ്ടെത്താം. മാത്രമല്ല ഓരോ കേസിൻ്റെ പാരൻറ്റ് കണ്ടീഷൻ കറക്റ്റായിട്ട് വരണം, ചെക്കും ചെയ്യണം ആ എക്സിൻ്റെ വാല്യൂസ്. അങ്ങനെ ആ ഒരു ഓരോ കിട്ടുന്ന ആൻസേഴ്സിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാ കേസസിനുള്ള ആൻസേഴ്സും നമുക്ക് യൂണിയൻ എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ഒന്നാമത്തെ മോഡിൻ്റെ കാര്യമാണ്, ഇനിക്വാളിറ്റി. നമുക്കറിയാം മോഡിൽ ഇത് പോസിറ്റീവ് വാല്യൂ, ഇതും പോസിറ്റീവ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇത് സ്ക്വയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം x² ദാറ്റ് ഈസ് ഈക്വൽ ടു mod x ൻ്റെ ഹോൾ സ്ക്വയർ, റൈറ്റ്. അപ്പോൾ ഞാൻ ഇതിനെ x², അപ്പോൾ മോഡ് അങ്ങോട്ട് ഒഴിവായി കിട്ടി സ്ക്വയർ ചെയ്യുന്നതിനെ കൊണ്ട്. അത് അതിൻ്റെ ഉപയോഗം, ആ ഒരു പ്രോപ്പർട്ടിയുടെ. അങ്ങനെ മോഡ് ഒഴിവായി കിട്ടി, മോഡ് ഒഴിവായി കിട്ടി, കേസുകൾ ഒഴിവായി കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ x², ഇപ്പോൾ ഇവിടെയും എന്തോ സ്ക്വയർ, ആ സ്ക്വയർ ലെഫ്റ്റോട്ട് കൊണ്ടുവരും. അപ്പോൾ a² - b² ഈസ് ഈക്വൽ ടു a + b × a - b. ഇനി എന്ത് ചെയ്യുക, അവിടെ നമുക്ക് 2 ക്വാഡ്രാറ്റിക്സ് കിട്ടും. നോർമലായിട്ട് വേവ് ഈക്വൽ മെത്തേഡ് എടുക്കാം. ഇത് ഇപ്പം എവിടെയൊക്കെയാണ് 0 ആവുന്നത് ആ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. രണ്ടും വേവ് ഈക്വൽ മെത്തേഡ് ഉപയോഗിക്കുക, ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. അടുത്ത ഈ ക്വസ്റ്റ്യൻ ASRQ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതെന്താ പരിപാടി, ആദ്യം മോഡ് എക്സിൻ്റെ പരിപാടി. നമ്മളെന്ത് ചെയ്യുക, വരക്കാം. മോഡുകൾ വരുന്ന ഏതൊക്കെ പോയിൻറ്റ്സിലാണ് പൊട്ടുന്നത് നോക്കാം. 2 ഉണ്ട്, പിന്നെ ഞാൻ കാണുന്ന -2. അപ്പം 1നേക്കാളും വലുതാണെങ്കിൽ രണ്ട് സ്ഥലത്തും രണ്ട് ടേംസും പോസിറ്റീവാണ്. ഞാൻ ഈ ടേമിനെ ഫസ്റ്റ് എന്ന് വിളിക്കുക, ഈ ടേം സെക്കൻഡ്. അപ്പോൾ മോഡ് എഴുതുന്നത് ഞാൻ ഫസ്റ്റ് ടേം ആയിരിക്കും, സെക്കൻഡ് അങ്ങനെ എഴുതാം. ഓക്കെ, അതേപോലെ -2യുടെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ ഒരു ടേം ചിന്തിക്കുക, എന്താണ് 0 കൊടുത്ത് ഇവിടെ നെഗറ്റീവ്, പക്ഷേ ഇവിടെ പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം നെഗറ്റീവ്, സെക്കൻഡ് ടേം പോസിറ്റീവ്. -2നെക്കാളും താഴെയാണെങ്കിൽ രണ്ടുപേരും നെഗറ്റീവാണ്, അപ്പം രണ്ടുപേരും നെഗറ്റീവ്. അങ്ങനെ നമുക്ക് ആദ്യത്തെ കേസ് ദാറ്റ് ഈസ് കേസ് 1 വെച്ചിട്ട് എന്ത് ചെയ്യാം, x ≥ 1 എന്ന രീതിയിൽ. ഫസ്റ്റ് കേസ് എക്സ്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ലെങ്തി ആവും. ഈ മെത്തേഡ് കേസ് 3 എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി മെത്തേഡാവും. അപ്പോൾ അതിനേക്കാളും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 ആവുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ചങ്ങായി പോസിറ്റീവ്, ഈ ചങ്ങ നെഗറ്റീവ്, ഈ ചങ്ങ നെഗറ്റീവ്, ഈ ചങ്ങായി പോസിറ്റീവ്. അങ്ങനെ ആകെപ്പാടെ 2 കേസേ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ലാഭമായി. അങ്ങനെ ആകുമ്പോൾ ഈ ചങ്ങായി പോസിറ്റീവ് ആണ് എന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് തോനെ നെഗറ്റീവ്, സെക്കൻഡ് തോനെ പോസിറ്റീവ് എന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ സെക്കൻഡ് തോനെ നെഗറ്റീവ് പോസിറ്റീവ്, ഫസ്റ്റ് തോനെ നെഗറ്റീവ് എന്ന രീതിയിൽ അസ്യൂം ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഇവിടുന്ന് ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 2 കേസ് എടുക്കും. ഇവിടെ കേസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പം x - 1 ദാറ്റ് ഈസ് <3 എന്ന് പറയും. അപ്പോൾ <3 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ മറ്റേ പരിപാടി, <3 ആണെങ്കിൽ -3യുടെയും 3ൻ്റെയും ഇടയിലായിരിക്കും x - 1. അങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇതും സ്വാഭാവികമായിട്ടും അതേ മെത്തേഡ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതും അതേപോലെ മെത്തേഡ് സോൾവ് ചെയ്യുക, അതും അതേപോലെ സോൾവ് ചെയ്യുക. അങ്ങനെ കേസസ് നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, യൂണിയൻ ചെയ്യുക, ഉത്തരമായി. പക്ഷേ ഈ കേസിൻ്റെ ഉള്ളിൽ ഇപ്പം ഇത് <0, അപ്പോൾ ഇവിടെ നമുക്കൊരു x കിട്ടും അല്ലേ. ഈ ഒരു ടേം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ മോഡുലസ് ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ മറ്റേ നമ്മൾ ഡയറക്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നുണ്ട് x - 2യുടെയും 4ൻ്റെ ഇടയിൽ. അതേപോലെ ഇതും നമുക്ക് ഇവിടുന്ന് ഒരു ഉത്തരം കിട്ടും x ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് യൂണിയൻ ചെയ്താൽ പോരെ, കേസല്ലേ എന്ന് പറഞ്ഞിട്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ഇവിടെ നമ്മൾ ഇൻ്റർസെക്ഷൻ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം നെഗറ്റീവ് ആണെങ്കിൽ ഇയാളും പോസിറ്റീവ് ആണോ, ഇയാളും നെഗറ്റീവ് ഒരുമിച്ച് നടക്കണം. അപ്പോൾ രണ്ടുപേരും നടക്കണം. അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ചെയ്യുന്നത് ഏതൊക്കെ ഈ എക്സിലും പോസിറ്റീവ് ആണ്, അതേപോലെ ഈ എക്സിന് നെഗറ്റീവ് ഉണ്ട്, രണ്ടും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻ്റർസെക്ഷൻ. പക്ഷേ രണ്ടാമത്തെ കേസിൽ അങ്ങനെ ആവാമെന്നുള്ളൊരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഈ കേസസ് നമ്മൾ യൂണിയൻ ചെയ്യുന്നത്. പക്ഷേ കേസസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംഭവങ്ങൾ അത് ഇൻ്റർസെക്ഷൻ.
പ്രോബ്ലംസ് ഓഫ് ഗ്രാഫ് എന്താ മോഡൽസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്സിൻ്റെ പരിപാടി വെച്ചിട്ടാണ്. അപ്പോൾ മോഡൽസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതുപോലത്തെ വൈ ഗ്രാഫാണെന്ന് അറിയാം. കാരണം വെച്ചാൽ എന്താ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0ൽ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, നോർമലായിട്ട് എക്സ് വൈസുകളുടെ എക്സ് ആണ്. ഓക്കെ, പക്ഷേ അടിയിലോട്ടേക്ക് പോകുന്നില്ല, കാരണം ഒരിക്കലും മോഡലസ് ഗ്രാഫിന് നെഗറ്റീവ് വാല്യൂസ് വരില്ല. ഇനി മോഡലസ് ഗ്രാഫിന് എന്താണ് എക്സ് ലെസ് ദാൻ നെഗറ്റീവ് ആണെങ്കിലോ അതും മൈനസ് എക്സ് ആണ്. സെയിം പരിപാടി തന്നെ, ഗ്രാഫ് ഇങ്ങനെ തന്നെ, പക്ഷേ എന്താ ഓപ്പോസിറ്റ് സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് എന്ന രീതിയിലേ ഉള്ളൂ, മൈനസ് എക്സ്, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഓക്കെ, അപ്പം ഒരു ജനറലായിട്ട് y = a+bx എന്ന രീതിയിലാണെങ്കിൽ, ജനറലായിട്ട് y = a+bx ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം y0 ആവുന്ന ആ പോയിന്റ്, അതേതാണ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. y0 ആവുന്ന പോയിന്റ് ഇവിടെ നോക്കുക, x-2 എന്ന രീതിയിൽ. അപ്പം y0 എന്ന പോയിന്റ് അത് 2 എന്ന് പറഞ്ഞ പോയിന്റാണ്. ശരി, 2 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇനി v എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നടക്കാൻ, ഇനി 2-നേക്കാളും വലുതാണെങ്കിൽ ഗ്രാഫിൻ്റെ വാല്യൂ എങ്ങനെയാണ്, x-2. 2-നേക്കാളും വലുതാണെങ്കിൽ x, 2-നേക്കാളും വലുതാണെങ്കിൽ x-2 എന്നുള്ള ഗ്രാഫാണ് ഇത്. 2-നേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരും. അപ്പം 2 - x എന്നുള്ള ഗ്രാഫായിരിക്കും, അതാണിത്. -x, ദാറ്റ് മീൻസ് സ്ലോപ്പ് നെഗറ്റീവ്, സ്ലോപ്പ് -1 എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദിസ് ടേം. ഇതിങ്ങനെ ഗ്രാഫ് വരക്കാൻ അത്യാവശ്യം നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പം ഒന്നാമത് നമുക്ക് കേസസ് എടുക്കാൻ പറ്റും. എങ്ങനെയാണ്, 1, 1, പിന്നെ 2. അപ്പം 2-നേക്കാളും വലുതാണ്, രണ്ടുപേരും പോസിറ്റീവാണ്. ശരി, 2-നേക്കാളും വലുതാണ്, രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ എന്താ, 2-നേക്കാളും വലുതാണെങ്കിൽ രണ്ടുപേരും പോസിറ്റീവ്. അപ്പം ഉണ്ടാവുന്ന ഗ്രാഫ്, 2-നേക്കാളും വലുതുണ്ടാവുന്ന ഗ്രാഫ് എന്താ, രണ്ടുപേരും പോസിറ്റീവ് ഒന്ന് എടുത്ത് പുറത്തിറക്കിയ x-2 + x-1. അപ്പം 2x - 3, 2x - 3 ആണ് 2-നേക്കാളും വലുതാവും ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ സ്ലോപ്പ് 2 ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ശരി, അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ആദ്യം ഓരോ കണ്ടീഷന്, 2-നേക്കാളും വലുതാകുമ്പോൾ ഇത് പോസിറ്റീവാണ്, അതേപോലെ 1-നേക്കാൾ അടിയിലാവുമ്പോൾ, അപ്പോൾ നമ്മൾ എക്സ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ വാല്യൂസ് തുടങ്ങണം അല്ലേ. x 1-നേക്കാൾ അടിയിലാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 1-നേക്കാൾ അടിയിലാകുമ്പോൾ രണ്ടുപേരും നെഗറ്റീവാണ്. അപ്പോൾ രണ്ടുപേരും നെഗറ്റീവോടെ പുറത്തോട്ട്, അപ്പോൾ 3 - 2x എന്നുള്ള ഗ്രാഫ് കിട്ടും. അപ്പോൾ 1-നേക്കാളും അടിയിലാകുന്ന സമയത്ത് ഒരു മൈനസ് ഗ്രാഫാണ് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ 1-ൻ്റെയും 2-യുടെയും ഇടയിൽ എത്രയാണ്, രണ്ടുപേർ, ഒരുത്തൻ പോസിറ്റീവ്, ഇവനെ നെഗറ്റീവ്, ഇവൻ പോസിറ്റീവ്. അപ്പം അതൊന്ന് അതിനനുസരിച്ച് തുറക്കാം, എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് 1-ൻ്റെയും 2-യുടെയും ഇടയിൽ y എന്ന് പറഞ്ഞ ഗ്രാഫ് എത്രയാണ്, ഒരു കോൺസ്റ്റൻറ്റ് ഗ്രാഫ് 1 എന്ന് പറഞ്ഞ ഗ്രാഫായിരിക്കും. അങ്ങനെ 1 എന്ന് പറഞ്ഞ ഗ്രാഫ് വരക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞ ഗ്രാഫ് കിട്ടി. അതേപോലെ 1-ൻ്റെയും 2-യുടെ ഇടയിൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 - 3x എന്ന ഗ്രാഫായിരിക്കും, 2 - 3x എന്ന ഗ്രാഫ്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചായിട്ട് പോകണം. 3 - 2x കേട്ടോ. ഇനി 2-നേക്കാളും വലുതാണ്, രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ രണ്ടുപേരും പോസിറ്റീവായിട്ട് തുറന്നു കഴിഞ്ഞാൽ 2x - 3 എന്നാണ് സാധനം കിട്ടും. അപ്പം 2x - 3 ഒരു പോസിറ്റീവ് ഗ്രാഫാണ്, 2x - 3 ആണ്. അപ്പം ഇങ്ങനെ സ്ലോപ്പ് 2 ആയിരിക്കും. ഓക്കെ, അതേപോലെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് 3 ആണ്, -3 ആണ്. അത് പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇവിടെ ആയിരിക്കും y ഇൻ്റർസെപ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പം ഈ 1 തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഈ പറഞ്ഞ സാധനമൊന്നുമില്ല, ഈ ഗ്രാഫില്ല. പക്ഷേ ഇതൊന്നും തന്നെ ഡയറക്റ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ തുടങ്ങണോ അങ്ങനെ തുടങ്ങണോ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ y ഇൻ്റർസെപ്റ്റിനനുസരിച്ചിട്ട് തന്നെ ഗ്രാഫ് നീട്ടി വരക്കാം. അപ്പോൾ y ഇൻ്റർസെപ്റ്റിനനുസരിച്ചൊരു വരക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം കിട്ടേണ്ട പോലെ കിട്ടും. പക്ഷേ നേരെ അതിനനുസരിച്ച് നേരെ ഇങ്ങനെ അടിയിലോട്ടേക്ക് വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇൻ്റർസെപ്റ്റിന് അതിനനുസരിച്ച് വരച്ചാൽ മാത്രം മതി. പക്ഷേ അടിയിൽ നമ്മൾ എടുക്കൂല, കാരണം എന്ന് വെച്ചാൽ 2-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ ഗ്രാഫ് മാറി. അത് കംപ്ലീറ്റ് ഗ്രാഫ് 2x - 3 ആണെങ്കിലായിരിക്കും y ഇൻ്റർസെപ്റ്റ് ഒരു തട്ടുന്നത്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല എവിടെ നിന്ന് ആ രീതിയാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു 2-ൻ്റെ ഇടയിൽ 1-ൻ്റെ ഇടയിൽ ഗ്രാഫ് ഡോട്ടഡ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തുടങ്ങിയാലോ 2x - 3, അത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് y = ഈ പറഞ്ഞ y ഇൻ്റർസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ലൈനായിട്ട് വരച്ച് വെക്കാൻ, അടിയിലോട്ടേക്ക് 2-യുടെ ലെഫ്റ്റോട്ടേക്ക് വരുന്ന എല്ലാം ഡോട്ടഡ് ലൈനായിട്ട് വരക്കാൻ. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു ഏരിയ കിട്ടാൻ, ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് തുടങ്ങാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതെന്താ വളരെ സിമ്പിളാണ്. നമുക്കൊരു മനസ്സിലാക്കേണ്ട വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസ്, ഇത് രണ്ടും കൂടിയിട്ട് ഒരു ഫംഗ്ഷനായിട്ട്, ഇതൊരു കംപ്ലീറ്റ് ഫംഗ്ഷൻ, അത് ഈ ഒരു ഫംഗ്ഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകത അവരുടെ ഗ്രാഫിക്കൽ, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത്, മറ്റൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത്. അപ്പോൾ ആ രണ്ട് ഗ്രാഫിന് സൊല്യൂഷൻ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ഗ്രാഫിന് ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് സൊല്യൂഷൻ എന്ന കാര്യം പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ y = k എന്ന് പറഞ്ഞ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവാൻ. ഇങ്ങനെ ആവാം, മുകളിലോട്ടേക്കാവാം, താഴോട്ടേക്കാവാം, ഇങ്ങനെ ആവാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. y = k നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ കെയുടെ റേഞ്ച് ഫോർ ദാറ്റ് നോ സൊല്യൂഷൻ എന്നാണ്. ദാറ്റ് മീൻസ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കെയുടെ ഗ്രാഫും അതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫും തമ്മിൽ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റും ഇല്ല എന്നാണ്. അപ്പോൾ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റും ഇല്ലെങ്കിൽ -∞ മുതൽ k ഇവിടെ ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇല്ല, രണ്ടുപേരും കോമൺ ആയിട്ട് ഒരു പോയിന്റും ഇല്ല. അങ്ങനെ ഈ ഒരു പോയിന്റ്സിലൊക്കെ ആവും. ദാറ്റ് മീൻസ് -∞ മുതൽ 1 തട്ടാൻ പാടുണ്ടില്ല, തട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ 1 വരെ കിട്ടും.
ടു സൊല്യൂഷൻ ആണെങ്കിലോ ടു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്സിൽ നോക്കിയാൽ ഒരു പോയിൻറ്റ് രണ്ട് ഗ്രാഫ്സും തമ്മിൽ ഒരു പോയിൻറ്റ് ഇത് വൈസിക്കൽ കെ ആട്ടെ ഈ ഗ്രാഫ് പിങ്ക് കളറിലെ രണ്ട് പോയിൻറ്റ്സിന് അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഈ പോയിൻറ്റ് രണ്ട് സൊല്യൂഷൻ ഈ പോയിൻറ്റ് രണ്ട് സൊല്യൂഷൻ ദാറ്റ് മീൻസ് 1 മുതൽ ഇൻഫിനിറ്റി വരെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. 1ൽ എന്താ നമുക്ക് നോക്കാം. അങ്ങനെ അപ്പോൾ 1ൽ നോക്കി നോക്ക്. 1 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് x = 1 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്, ഇതാ ഈ പോയിൻ്റാണ്. അപ്പോൾ ആ പോയിൻ്റ് പ്രത്യേകത എന്താ, ആ പോയിന്റിൽ ഇൻഫിനിറ്റ് നമ്പർ സൊല്യൂഷൻസ്, ഒരു പോയിന്റ്, 2 പോയിന്റ്, 4 പോയിന്റ്, 5-6 പോയിന്റ് ഉണ്ട്. അതായത് രണ്ട് ഗ്രാഫ്സ് തമ്മിൽ ഇൻഫിനിറ്റ് നമ്പർ സൊല്യൂഷൻസ് ഉണ്ട്. സോ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻഫിനിറ്റ് നമ്പർ സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ